ഹലോ നമസ്കാരം, ഡോക്ടർ അശ്വതി. ഇന്ന് നമ്മൾ പറയുന്നത് റിച്ചസ്റ്റ് സോഴ്സസ് ഓഫ് വൈറ്റമിൻ ഡിയെ പറ്റിയാണ്. വൈറ്റമിൻ ഡി ഭക്ഷണത്തിൽ കൂടെ കഴിച്ച് നേരെയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് കൂടുതലായിട്ട്? അതും മത്സ്യങ്ങളിലാണ് കൂടുതലായിട്ട് വരുന്നത്. നമ്മുടെ കേരളത്തിൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള മത്സ്യം മത്തി, അയില, ചൂര. ഈ 3 മത്സ്യങ്ങളുടെ തൊലിയുടെ അടിഭാഗത്ത് ചെറിയ തോതിലൊരു ഫാറ്റ് ഉണ്ട്. ആ ഫാറ്റിലാണ് അടങ്ങിയിരിക്കുന്നത്. അതും കമ്പാരിറ്റീവ്ലി മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളെ എടുത്താൽ, നമ്മുടെ കേരളത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ എടുത്താൽ അതിനകത്ത് ഈ പറഞ്ഞതിനകത്ത് ചെറിയ തോതിലുണ്ട്. പിന്നെ അവൈലബിൾ ആയിട്ട് കൂടുതലായിട്ട് വരുന്നത് മുട്ടയുടെ മഞ്ഞ, പിന്നെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. അതായത് നമ്മൾ സൊസൈറ്റിയിൽ നിന്നോ പശുക്കറയുള്ള വീട്ടിൽ നിന്നോ പാല് വാങ്ങിക്കുന്ന പോലെ അല്ലാതെ കുറച്ച് തോതിൽ വൈറ്റമിൻ ഡി ഒക്കെ ആഡ് ചെയ്ത് വരുന്ന പാൽ പാക്കറ്റുകൾ, അങ്ങനത്തെ പാൽ പാക്കറ്റുകളോ അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ്, ചില ഫുഡ് ഐറ്റംസിനകത്ത് ചെറിയ തോതിൽ വൈറ്റമിൻസ് ആഡ് ചെയ്യും. എസ്പെഷ്യലി കാൽസ്യം, വൈറ്റമിൻ ഡി പോലുള്ള വൈറ്റമിൻസ് ആഡ് ചെയ്ത് വരുന്ന ചില ഫോർട്ടിഫൈഡ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. എസ്പെഷ്യലി ഈ നമ്മുടെ കോൺഫ്ലെക്സ് ഇനത്തിൽപ്പെട്ട മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ അതും ചെറിയ തോതിൽ വരാറുണ്ട്. ഇതത്രയും മാത്രമേ ഉള്ളൂ നമ്മളെ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. പിന്നെ ചെറിയ തോതിൽ ബട്ടറിലും ഈ പാലിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ബട്ടറിലും ചീസിലും ഒക്കെയാണ് പിന്നെ അടങ്ങിയിരിക്കുന്നത്. അപ്പം ഭക്ഷണത്തിൽ നിന്ന് ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്ക് ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടുന്നെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ന് ക്ലിനിക്കലി കൂടുതലായിട്ട് പ്രസന്റ് ചെയ്യുന്നു. ക്ലിനിക്കിൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 പേരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 പേരെ എടുത്താൽ ഒരു 7 പേർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആണ്. അതിന്റെ ലക്ഷണങ്ങളാണ് അവർ കാണിക്കുന്നത്. മിക്കവാറും ആൾക്കാർക്ക് ലോ മൂഡായിരിക്കും, മൂഡ് ഡള്ളായിട്ടുള്ള ഒരു മൂഡായിരിക്കും. പിന്നെ പേശികൾക്കുണ്ടാകുന്ന വേദന, കാലുകൾക്കുണ്ടാകുന്ന മരവിപ്പ്, കഴപ്പ്, നടുവിന് വേദന, ഒരു മുറിവുണ്ടായാൽ പോലും അത് ഉണങ്ങാനുണ്ടാക്കുന്ന കാലതാമസം, അങ്ങനെ അത്തരത്തിലുള്ള പല പല പ്രശ്നങ്ങളും, പേശികൾക്ക് വേദന, എല്ലുകൾക്ക് വേദന, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, എപ്പോഴും ഒരു ക്ഷീണം, തളർച്ച, പ്രധാനമായിട്ടും മുടികൊഴിച്ചില്, ഇത്രയൊക്കെയുള്ള പ്രശ്നങ്ങൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് പ്രധാനമായിട്ടും കാണാറുണ്ട്. അപ്പം ഫുഡിൽ നിന്ന് മാത്രം കഴിച്ച് റെഡിയാക്കാം എന്ന് പറയുന്ന വെജിറ്റേറിയൻസിനോടാണ് പറയുന്നത്, നിങ്ങൾക്ക് വൈറ്റമിൻ ടാബ്ലറ്റ് എടുക്കുക തന്നെ ചെയ്യണം. അത് പ്രശ്നമുള്ളതൊന്നുമല്ല. നമുക്ക് വൈറ്റമിൻ ഡി കുറവാണെന്ന് കണ്ടാൽ നമ്മൾ എടുക്കുക തന്നെ ചെയ്യണം, അല്ലേ? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വൈറ്റമിൻ ഡി കുറഞ്ഞിരുന്നാൽ എല്ലുകളുടെ ബലം കുറയുന്നു, ബോൺ ഡെൻസിറ്റി കുറയുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ബോൺ ഡെൻസിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതൊരു ബിസിനസ് അടിസ്ഥാനമായിട്ടോ ബിസിനസ് പരമായിട്ടോ ഒന്നും ചെയ്യുന്നതല്ല. ബോൺ ഡെൻസിറ്റി കുറവാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കൊരു 50 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 60 വയസ്സ് കഴിയുമ്പോൾ വന്നേക്കാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധി വരെ കുറച്ചൊക്കെ തടയാൻ സാധിക്കും. ഈ ബോൺ ഡെൻസിറ്റി ടെസ്റ്റ് നടത്തുകയും വൈറ്റമിൻ ഡി കറക്റ്റ് ആണോ നമ്മുടെ ശരീരത്തിൽ മനസ്സിലാക്കുകയും കാൽസ്യം കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ എല്ലുകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇല്ലാതാക്കാനല്ല, നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പൊ അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു.